കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ ടൈറ്റസ് വർഗീസ് അവർകൾ വളരെ ആദരവുകളോടെ കർത്താവിൻ്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് പുട്ട് അവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ഹിം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ മാത്യുവിന് നന്ദി. അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മധ്യേ വരുവാൻ പ്രത്യേകിച്ച് ഇന്ന് ഒരു റിമാർക്കബിൾ അല്ലെങ്കിൽ ഒരു അൺഫർഗറ്റബിൾ ഡേ ആണ്. നമ്മുടെ പാസ്റ്റർ അരുണിൻ്റെ ഒരു സീനിയർ സിറ്റിസൺ ആകുന്ന ദിവസം. കഴിഞ്ഞ ദിവസം ഇന്നലെ അദ്ദേഹം എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ സർപ്രൈസായിട്ട് ഇന്നലെ രാത്രി ആണ് അദ്ദേഹം എന്നെ വിളിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് സീനിയർ സിറ്റിസൺ ആകുന്നു, ജൂനിയർ സിറ്റിസൻ്റെ കാലം കഴിഞ്ഞു, ഇപ്പോൾ ഈസ് ഗോയിങ് ടു ബി ഈസ് ഓൾറെഡി അല്ലേ എ സീനിയർ സിറ്റിസൺ. അതിനായിട്ട് നമുക്ക് ഇത് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു മാസത്തിലധികമായി അമേരിക്കയിൽ നിന്ന് വന്നിട്ട് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ പല മീറ്റിങ്ങുകളിന് വേണ്ടി സഞ്ചരിക്കുകയായിരുന്നു. വളരെ എനിക്ക് ഹൃദയത്തിൽ വളരെ ദുഃഖവും ഭാരവും തോന്നി. നമ്മളൊക്കെ ഇവിടെ നല്ല മുറികളിലൊക്കെ ഇരുന്ന് ആരാധിക്കുമ്പോൾ തൊഴുത്തുകൾ പോലെയുള്ള വളരെ വളരെ പരിമിതമായ വളരെ മോശമായ സാഹചര്യങ്ങളൊക്കെ കടന്നുപോയി നൂറുകണക്കിന് കിലോമീറ്ററുകൾ വളരെ വിജനമായ റോഡുകളൊന്നുമില്ലാത്ത സ്ഥലത്തൂടെയൊക്കെ സഞ്ചരിച്ച് വളരെ കഷ്ടപ്പെട്ട് കർത്താവിന് വേല ചെയ്യുന്ന ദാസന്മാരെ കാണുകയും അവരോടുകൂടെയുള്ള പരിമിതികളിലൊക്കെ താമസിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് നിങ്ങളും കഴിയുമെങ്കിൽ പോകണം. എനിക്ക് 1.5 ലക്ഷം രൂപ ചിലവ് അവിടുന്ന് ഇന്ത്യയിൽ വരാൻ തന്നെ. ഞാനിപ്പോൾ എല്ലാ വർഷവും വന്ന് 3-4 മാസം ഇങ്ങനെ ഇവിടെയൊക്കെ സഞ്ചരിച്ച് നമുക്ക് അധികമായിട്ട് അവർക്ക് കൊടുക്കുവാൻ സാമ്പത്തികമായിട്ടൊന്നുമില്ലെങ്കിലും അവരെ ആത്മീയമായി അവർക്ക് പ്രചോദനം നൽകത്തക്ക രീതിയിൽ ആത്മീയമായി അവരെ ഉത്സാഹിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക, ഇതൊക്കെ വളരെ കാര്യം. നമുക്ക് പണം കൊടുത്താൽ ഒരാൾ പറഞ്ഞു നിങ്ങളൊരാൾക്കൊരു മീൻ കൊടുത്താൽ ആ ആളൊരു മീൻ കറി കൂട്ടും, ഒരു ദിവസം മീൻ കറി വെച്ച് കൂട്ടും. എന്നാൽ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ എന്നും മീൻ കറി കൂട്ടും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അവർക്ക് പ്രത്യാശയും സന്തോഷവും ജീവിതത്തിലെല്ലാം നൽകുന്ന ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എനിക്ക് അമേരിക്കയിൽ വരുമാനമൊന്നുമില്ല. ഞാൻ യാതൊരു ഇൻകമില്ല, 0 ഇൻകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ നമ്മുടെ മക്കളുടെയൊക്കെ സഹായത്തോടുകൂടി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കിട്ടുന്ന പണം, എനിക്കിപ്പോൾ മക്കളെ കെട്ടിക്കാനില്ല, എനിക്ക് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് കിട്ടുന്ന അത്രയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള അർഹിക്കുന്ന ദേവദാസന്മാർക്ക് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക. അവർ ധാരാളം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ധാരാളം ആത്മാക്കൾ കടന്നു വരുന്നു. അതേസമയം തന്നെ വളരെ എതിർപ്പുണ്ട്. ഞാൻ കടന്നുപോയി ബീഹാറിൽ ഒരു ഗ്രാമത്തിൽ പോയി അടുത്ത ആഴ്ച അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള കടന്നു ചെന്നവരെ ഉപദ്രവിച്ചു എന്ന് അവിടുത്തെ പാസ്റ്ററെ വിളിച്ചു. വളരെ മോശമായ നിലയിൽ പെരുമാറി ഉപദ്രവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ഗ്രാമത്തിലെ വേല തന്നെ അവർ വൈൻഡപ്പ് ചെയ്യാൻ തയ്യാറാകേണ്ടി വന്നു എന്ന് പറയുവാൻ എനിക്ക് വളരെ ദുഃഖം തോന്നി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറിയ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഷെഡ് കെട്ടി അവിടെ ആരാധിക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടോ? എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മുടെ പ്രാർത്ഥിക്കും വളരെ കുറവാണ്, കുറച്ച് പേരേ ഉള്ളൂ. കുറേ ഇരിക്കുന്നവരൊന്നും പ്രാർത്ഥിക്കുന്നില്ലെന്നു അല്ലേ? അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രവർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവ് സ്വർഗത്തിരുന്നങ്ങ് പ്രാർത്ഥിച്ചിരുന്ന് നമ്മളിങ്ങനെ രക്ഷിക്കപ്പെടുമായിരുന്നു. താൻ ഈ ലോകത്തിൽ വന്നു അല്ലേ, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. നമുക്ക് വേണ്ടി കർത്താവ് കഷ്ടം സഹിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ. ഇവിടെ ഒരു അമ്മ ഒരിക്കൽ എപ്പോഴും മോനോട് പറയായിരുന്നു, മോനെ ഞാൻ നിന്നെ 9 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച മകനാ എന്ന് കൂടെ പറയും അല്ലേ? അമ്മമാർക്ക് അങ്ങനെ ഒരു സന്തോഷമാണ്. 9 മാസം ഉദരത്തിൽ വഹിച്ച് അല്ലേ? ഇത്രയും ലോങ് പീരീഡായിട്ട് മറ്റൊരു ജീവജാലങ്ങൾക്കും ഇല്ല പ്രഗ്നൻസി പീരീഡ്. മനുഷ്യന് എന്തിനാണ് ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത്? 9 മാസത്തോളം നിങ്ങൾ ഉദരത്തിൽ കൊണ്ടു നടന്ന് താലോലിച്ച് സ്നേഹിച്ച്, അപ്പോൾ ഒരു അഭേദ്യമായ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തള്ളിക്കളയാൻ സാധിക്കാതെ അത്രേ ആഴമായൊരു ബന്ധം നിങ്ങൾക്ക് മക്കളുമായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. പ്രൈസ്. അതുകൊണ്ട് അമ്മമാർ പറയുന്നത് ഞാൻ നിങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച് ഉദരത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച മകനാണെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ അവർ കേട്ട് മടുത്തവൻ പറയും, അമ്മ ഈ കൊട്ടയ്ക്കകത്തോട്ട് കയറി ഞാൻ 10-11 മാസം ചുമന്നേക്കാമെന്ന് പറഞ്ഞു.
അമ്മ അമ്മ നമ്മളെ ചുമന്നത് നമ്മളെ അമ്മയെ ചുമക്കാൻ വേണ്ടിയാണോ? ചുമക്കേണ്ടി വന്നാൽ ചുമക്കണം. എന്താ സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല. ആണോ? അല്ല. പക്ഷെങ്കിൽ നാം പലതും കർത്താവിനോട് ചെയ്യാൻ കടപ്പെട്ടവര്. ആ സ്നേഹത്തെ ആസ്വദിക്കുന്ന ഒരുത്തനും നിഷ്ക്രിയമായിരിക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ 77 വയസ്സായി. ഞാനീ പ്രായത്തിലും എൻ്റെ മക്കളെല്ലാം വഴക്കാം. ഈ മനുഷ്യനെ വല്ലയിടത്തും കുത്തിയിരുന്നാൽ പോരെ. പക്ഷെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ ഉൾപ്രേരണ നമുക്കുണ്ടെങ്കിൽ നമുക്കെങ്ങനെ അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. എല്ലാ ഞായറാഴ്ച ഇവിടെ വരും, കുറച്ചു നേരം പാടും, പിന്നെ കുറച്ചു നേരം ഇരുന്ന് ഉറങ്ങും, പിന്നെ ആസ്വദിച്ച് പോകും. പണ്ടൊരു ഉപദേശി പറഞ്ഞു, ചിലർ വചനം കേട്ട് ആസ്വദിച്ച് പോകുന്നു, ചിലർ ഉറങ്ങി ആസ്വദിച്ച് പോകുന്നു. രണ്ടായാലും ആശ്വാസമല്ലേ, പോട്ടെ അല്ലേ? വീട്ടിൽ നിന്ന് വെച്ചാൽ ഉറക്കം വരത്തില്ല, പ്രത്യേകിച്ച് സൗകര്യമാർക്ക്. ഉണ്ടോ? അനുഭവമുള്ളവരുണ്ടെങ്കിൽ കൈവക്ക്. ആരുമില്ല. സ്തോത്രം. ഇവിടെ വന്നിരുന്നാൽ ഉറക്കം വരും അല്ലേ? ഇപ്പം തന്നെ ചിലർ ഇങ്ങനെ ഉറങ്ങാനായിട്ടുള്ളൊക്കെ ഒരു ഇതൊക്കെ കൂട്ടുന്നുണ്ട്. ആരും ഉറങ്ങരുത്. ദൈവവചനം കേട്ട് ആശ്വാസം പ്രാപിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി പ്രസംഗിച്ച ഒരു പ്രസംഗം, ആവോ സുനോ കരോ, മേരെ പാസ് ആവോ, മേരെ ആവാസ് സുനോ और കരോ. നമ്മൾ വരും, കേൾക്കും, പോകും, വരും, കേൾക്കും, പോകും, വരും, കേൾക്കും, പോകും. ഒരു റെസല്യൂട്ടായിട്ട്, അത് പ്രാക്ടിക്കലായിട്ട് അതിനകത്ത് ഒരു ആപ്ലിക്കേഷനും ഇല്ല. കണ്ടോ? ഇപ്പോൾ 26 ഈ മാസം പ്രാക്ടിക്കലായിട്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? സുവിശേഷത്തിൻ്റെ വേലയിൽ പങ്കാളികളാൻ ഒരു ട്രാക്ട് ആരെങ്കിലും കൊടുത്തോ? ഒരാളോട് സുവിശേഷം പറഞ്ഞോ? നിങ്ങളൊരു പൈസ കൊടുക്കുന്ന പോട്ടെ, അത് എനിബഡി ക്യാൻ ഡു ഇറ്റ്. ഒരാളോട് സുവിശേഷം പറഞ്ഞ് ഒരാളുണ്ടെന്ന് കൈപൊക്കിക്ക്. അവിടെ ഒരു 1, 2, 3 പേരുണ്ട്, 4 പേരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യായിരുന്നു? ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നില്ല. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി കപ്പ ബിരിയാണി ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞേ? സകല സൃഷ്ടികളോടും. അത് ആ ദൗത്യം നമ്മെ ഏൽപ്പിച്ചിരിക്കും, നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ദർ ഈസ് നോ എക്സ്ക്യൂസ്. ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല. സദൃശവാക്യം 24 അധ്യായത്തിന്റെ 11 വാക്യം ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും പറയോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. അത്രയൊന്നും ഓർത്തിരിക്കാനുള്ള എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് വളരെ വളരെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു വാക്യം. എന്താ? ബ്രിട്ടീഷ് ജയിലുകളിൽ ചാപ്ലൈൻമാരെ നിയമിച്ച 17-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ജയിലുകളിൽ, എല്ലാ ജയിലുകളിലും ചാപ്ലൈൻമാരെ അവർക്ക് നിയമനം നടത്തുവാനുണ്ടായ അടിസ്ഥാനപരമായ ഒരു വാക്യം ഇതാ. എന്താ വായിച്ചേ? ആരെങ്കിലും? മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കാൻ പറ്റുമോ? മരണത്തിന് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ? തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയിട്ടുണ്ടോ ആരെങ്കിലും? കുറ്റം ചെയ്തിട്ടല്ല, കാണാൻ പോയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. അവിടെ തൂക്കിക്കൊല്ലുന്ന, ഇപ്പം ഇവിടെ ആരെയും തൂക്കിക്കൊല്ലുന്ന, നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒടുവിൽ തൂക്കിക്കൊന്ന് റിപ്പർ ചന്ദ്രനെയാണ്. 1987 എനിക്ക് തോന്നുന്നു അല്ലേ? റജിക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ. അപ്പോൾ അതിനുശേഷം കണ്ണൂരിൽ കേരളത്തിൽ ആരെയും ലാസ്റ്റ് തൂക്കിക്കൊന്ന റിപ്പർ ചന്ദ്രനെയാണ്. അപ്പോൾ അവരെ കൊണ്ടുപോയി പാർപ്പിക്കുന്ന ഒരു ഏറ്റവും ഡാർക്കായിട്ടുള്ളൊരു സെല്ലുണ്ട്.
അവിടെ നിന്ന് ഏകദേശം ഒരു 50-60 മീറ്റർ അപ്പുറത്ത് കൊലമരം, കഴുകുമരം ഉണ്ട്. അതിപ്പോൾ അവിടെ പ്രവർത്തനരഹിതമായിട്ടിരിക്കെ ഒരു സെൽവരാജ് എന്ന് പറയുന്ന ഒരു ജയിൽ സൂപ്രണ്ട് ഒരിക്കലും എന്നെ അതെല്ലാം കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. ഞാനവിടെ ഒരു പ്രവർത്തനത്തിന് പോയപ്പോൾ കൊലമരം എങ്ങനെയാണ് അവരെ തൂക്കിലേറ്റുന്നത് എന്നൊക്കെ വിശദീകരിച്ച് കാണിച്ചു. എന്നെ തൂക്കിലേറ്റിയില്ല, കാണിച്ചു എങ്ങനെയാ ചെയ്യുന്നത്. അപ്പോൾ അതിനടുത്ത സെല്ലിൽ രാത്രി ഉണ്ട്. അവിടെ നെക്സ്റ്റ് ഡേ തൂക്കിലേക്കുന്നതിന് ഇതിന് പ്രത്യേക ഒരു ജയിൽ സെല്ലുണ്ട്. അവിടെ താമസിപ്പിക്കും. രാത്രി എല്ലാവരിൽ നിന്നും അകറ്റി ഇവിടെ താമസിപ്പിക്കും. എന്നിട്ട് അതിരാവിലെ 5 മണിക്ക് ഇവനെ കൊണ്ടുപോകും. മുഖമൊക്കെ മൂടി അവിടെ കൊണ്ടുപോയി ഗാലോസിൽ കയറ്റി നിർത്തും. അപ്പോൾ അവിടെ നിന്ന് അവനെ പാർപ്പിച്ചിരിക്കുന്ന ഇരുട്ട് മുറിയിൽ നിന്നും അവനെ നടത്തിക്കൊണ്ട് പോകുന്ന ഈ 50-60 മീറ്റർ ദൂരത്തിൽ അവനോട് അവൻ്റെ ജീവനെ സംബന്ധിച്ച്, അവൻ്റെ ആത്മാവിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അവനോട് പറയുവാനായിട്ടാണ് ബ്രിട്ടീഷ് ജയിലുകളിൽ ഈ ജയിൽ ചാപ്ലൈൻസിനെ നിയമിച്ചത്. അപ്പം അതിൻ്റെ ആ ചാപ്ലൈൻ നിയമനത്തിന് അവർക്ക് ലഭിച്ച പ്രചോദനം ഈ വാക്യത്തിൽ നിന്നാണെന്നാണ് മനസ്സിലാകുന്നത്. അവിടെ എന്താ പറയുന്നത്? മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കാം, കുലയ്ക്കായി വിറച്ച് ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. അടുത്ത ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ അവൻ മരിച്ചു. അവനെ കൊല ചെയ്യുക, അവനെ തൂക്കിലേറ്റുക. അപ്പം ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി അവനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും നമുക്ക്? സ്തോത്രം. അവനെ ശരീരത്തെ രക്ഷിപ്പാൻ കഴിയത്തില്ലെങ്കിലും അവൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ശരീരം വെറും താൽക്കാലികമാണ്. അത് രക്ഷിച്ചാലും ഇല്ലെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിച്ച്, എത്ര താലോലിച്ച്, എത്ര മേക്കപ്പ് ചെയ്ത്, എത്ര ബാമുകൾ പരട്ടി, എങ്ങനെയൊക്കെ കൊണ്ടുനടന്നാലും ഇത് ഒരു ദിവസം എന്ത് ചെയ്യും? ഇത് നാം ഉപേക്ഷിച്ചേ പറ്റും. കാര്യം ഇതൊരു താൽക്കാലികമാണ്. ഈ ശരീരം താൽക്കാലികമാണ്. നമ്മൾ നിത്യമാന്തം പറഞ്ഞു കൊണ്ട് നടക്കുക അല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് ശാശ്വതമായ ഒരു ശരീരം കർത്താവ് ഒരുക്കുന്നുണ്ട്. അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യാശ. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത്. അപ്പോൾ താൽക്കാലികമായ ഈ ശരീരത്തിൻ്റെ ചിലർക്ക് ശരീരത്തിൻ്റെ സൗഖ്യം മാത്രം മതി. ശരീരത്തിൻ്റെ സൗഖ്യം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ശരീരത്തിൻ്റെ സൗഖ്യം ആവശ്യമുള്ള എത്ര പേര് ഇരിപ്പുണ്ട്? എൻ്റെ ഭാര്യയ്ക്ക് മുട്ടുവേദന, കാലുവേദന, നടുവേദന, കുറുക്കുവേദന, തലവേദന, ചെവി വേദന, പല്ലുവേദന, ഇനി എന്തൊക്കെ വേദനയാ? ഇതെല്ലാം ഉണ്ട് നമുക്ക്. ഞാൻ പറയും ഇതെല്ലാം മാറും. എപ്പോഴാ? കർത്താവ് വരുമ്പോൾ. ഇതെല്ലാം മാറും വിചാരിക്കും. അതിനു മുമ്പ് മാറത്തില്ല. നമ്മുടെ കർത്താവ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തിനനുമായി രൂപാന്തരപ്പെടും. അപ്പോൾ മരണം നീങ്ങി, മരണം ഈ ശരീരത്തിലുണ്ട്. മരണമുള്ള ശരീരമാണിത്. ഈ ശരീരം ജനിച്ച് അന്ന് തൊട്ട് മരണം ഒരു നിഴൽ പോലെ ഈ ശരീരത്തിന് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണിത് നമ്മളെ പിടിക്കുന്നത് അറിഞ്ഞുകൂടാ. പക്ഷേ മരണം മരണം നിശ്ചയമാ, സമയം നിശ്ചയമല്ല. അത്രയേ ഉള്ളൂ. മരണം നിശ്ചയമാ. ഒരാൾ ഒരു അമ്പലപ്പറമ്പിൽ ഒരു കഥാപ്രസംഗം നടത്തുന്ന ഒരാളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകളൊക്കെ ഇരുന്ന് നിങ്ങൾ ഉറങ്ങുന്ന പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെ ഉണർത്താൻ വേണ്ടി അദ്ദേഹം ഒരു ഉണർത്ത് പാട്ട് പാടി. നിങ്ങളെ ഉണർത്താൻ വേണ്ടി ഞാൻ പാടാം. മരിക്കാതിരിപ്പാൻ മരുന്നുണ്ട്, മരിക്കാതിരിപ്പാൻ മരുന്നുണ്ട് എന്ന് പാടിയപ്പോൾ എല്ലാവരും ഉള്ളത്. ഇവിടെ മരിക്കാതിരിപ്പാൻ മരുന്നുണ്ടെങ്കിൽ അതൊന്ന് മേടിച്ചിട്ട് തന്നെയുള്ള കാര്യം. കുടുംബം എഴുതി വിറ്റാലും മരിക്കാതിരിപ്പാൻ മരുന്നുണ്ടെങ്കിൽ അത് മേടിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറക്കമൊക്കെ ഉണർന്ന് ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിൽക്കുക. മരിക്കാതിരിക്കാനുള്ള മരുന്ന് കേൾക്കാം. പറയാൻ പോവുക, കേട്ടോണേ. ജനിക്കാതിരുന്നാൽ മരിക്കാതിരിക്കാം.
അർത്ഥം എന്താ? ജനിച്ച എല്ലാവരും മരിക്കും. പ്രൈസ് ദി ലോർഡ്. ജനിച്ച സകല മനുഷ്യർക്കും ഒരു ഉറപ്പുണ്ട്, മരിക്കും. എന്നാൽ മരണത്തെ ജയിച്ച ഒരു കർത്താവ് നമുക്ക് മാത്രമേ ഉള്ളൂ. ലോക ചരിത്രത്തിൽ ഒരൊറ്റ കല്ലറയെ തുറന്നു കിടപ്പുള്ളൂ. ഞാൻ അനേക കല്ലറകൾ, എനിക്ക് കല്ലറകൾ സന്ദർശിക്കാൻ ഇഷ്ടം. ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അവിടുത്തെ രാജാക്കന്മാർ, വെസ്റ്റ്മിൻസ്റ്റർ ആബി എന്ന ദേവാലയത്തിൽ രാജാക്കന്മാരെ അടക്കിയിരിക്കുന്നു. ഡേവിഡ് ലിവിങ്സ്റ്റനെ അടക്കിയിരിക്കുന്നത് അവിടെയാണ്. ഐസക് ന്യൂട്ടനെ അടക്കിയിരിക്കുന്നത് വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലാണ്. അതുപോലെ അമേരിക്കയിലെ ആർലിംഗ്ടൺ സെമിട്രി, വാഷിങ്ടൺ DC-യിലുള്ള സെമിട്രിയിലാണ് ജോൺ എഫ് കെന്നഡിയെ അടക്കിയിരിക്കുന്നത്. പ്രശസ്തരും പ്രഗത്ഭരുമായ അനേക ആളുകളെ അടക്കിയിരിക്കുന്ന കാലം. ഡൽഹിയിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? കണ്ടിട്ടുണ്ടോ? എന്താ കണ്ടിട്ടുണ്ട്? ഒന്നും കണ്ടില്ല. രാജഘട്ടിൽ പോയാൽ മഹാത്മാഗാന്ധിയുടെ സമാധി കണ്ടുണ്ടോ? അതിൻ്റെ മുകളിൽ എഴുതിക്കുന്നതെന്ന് പ്രീതി സൗരി പറ. കറുത്ത മാർബിളിൽ ഒരു സമാധിയുണ്ട്. കറുത്ത മാർബിളിൽ അത് തീർത്ത് വെച്ചിരിക്കുക. ഞാൻ 1-2 പ്രാവശ്യം പോയപ്പോൾ അതിന് ചുറ്റും നടന്നു. എന്താ എഴുതിയിരിക്കുന്നത്? ഹേ റാം എന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. ചിലർ പറയും യേശു മാത്മാന്തി സ്വർഗത്തിലുണ്ടെന്ന്. അവസാനം പറഞ്ഞ വാക്ക് ഹേ റാമെന്ന്, അതുകൊണ്ടാണ് അതവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ആ സമാധി, ആ കല്ലറ ന്യൂഡൽഹിയിൽ അടഞ്ഞു കിടക്കുന്നു. നമ്മുടെ യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്. ആ കല്ലറയിൽ ഞാൻ പോയി 2007. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹി ഈസ് നോട്ട് ഹിയർ. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഒരു സ്തോത്രം പറഞ്ഞ ദൈവമക്കളെ, നമുക്കൊരു തുറന്ന കല്ലറയുണ്ട്. നമുക്ക് നശിപ്പിക്കുവാൻ കഴിയാത്ത നിത്യജീവന്റെ പ്രത്യാശയുണ്ട്. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടുന്ന ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്. ലോകത്തിൽ ഏത് മതത്തിനകത്തുള്ളത്? ഞാനതൊക്കെ കവലയിൽ ചെയ്യുന്ന പ്രസംഗങ്ങളാണ്. ഏത് മതത്തിന് ആ പ്രത്യാശ? ഏത് പ്രത്യയ ശാസ്ത്രത്തിന് ഈ പ്രത്യാശ നിങ്ങൾക്ക് തരുവാൻ കഴിയും? ഇപ്പോൾ ഇവിടെ പാർട്ടി സമ്മേളനം നടക്കാം, CPI, എന്താ പ്രത്യാശ അവർക്കുള്ളത്? എന്താ പറയാനുള്ളത്? സ്തോത്രം. അടിക്കുന്നവനെ തിരിച്ചടിക്കുക, കൊല്ലുന്നവനെ തിരികെ കൊല്ലുക, വെട്ടുന്നവനെ വെട്ടുക, ഇതല്ലേ അവരുടെ പ്രത്യയ ശാസ്ത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞു, സ്തോത്രം, നിങ്ങളുടെ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ജീവന്റെ വ്യാപാര ശക്തിയാണ് സുവിശേഷം. ഇപ്പം മനസ്സിലായി സുവിശേഷം പങ്കുവെക്കേണ്ടതിൻ്റെ ആവശ്യകത? മനസ്സിലായോ? ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന്റെ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ പറയുന്നത്, സുവിശേഷത്താൽ. അവിടെ അടുത്ത് ഉറങ്ങുന്ന സഹോദരിമാരെ ചെറുതായിട്ടൊന്ന് ഉണർത്തിക്കേ. ഉറങ്ങുന്ന സഹോദരിമാരെ ചെറുതായിട്ട് അവരെ ഒരു ചെറിയ ഞുള്ളി കൊടുത്താൽ മതി, അപ്പോൾ അവർ ഉണരും. മനസ്സിലായോ? നോക്കി, അടുത്തിരിക്കുന്നത് നോക്കി, ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയേ. ഉണ്ടോ? നിങ്ങളെ ഉറക്കം മാറ്റാൻ ഈ ബൈബിളൊക്കെ എടുത്ത് വായിച്ചാൽ മതി. എല്ലാവരും ഇതിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കരുത്, വേദം തുറന്ന് വായിക്കണം കേട്ടോ. എന്താ എഴുതിയിരിക്കുന്നത്? അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് രക്ഷിക്കുകയും ചെയ്തത്. പിന്നെ പ്രവൃത്തികൾ, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. നമ്മുടെ പ്രവൃത്തി ഒന്നും ഇതിനകത്ത്. പക്ഷെ നമ്മൾ ആ പ്രവൃത്തിക്ക് സാക്ഷ്യം പറഞ്ഞെങ്കിലേ ആ പ്രവൃത്തി നടക്കൂ. ആ പരമപ്രധാനമായ ദൗത്യമാണ് ദൈവം. നമ്മൾ എല്ലാ ആഴ്ചയിലും വന്നു ആരാധിക്കുന്നു, പോകുന്നു. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പാസ്റ്റർ പറഞ്ഞു ഇനി വരണ്ട, ഇനി എല്ലാ ആഴ്ചയിലും വരണ്ടെന്നും പറഞ്ഞ് വരാതിരിക്കും. പക്ഷെ അതല്ല ഏറ്റവും നമ്മെ ദൈവം പരമേൽപ്പിക്കുന്ന ദൗത്യം. അതല്ല. പൗലോസ് അതിനു വേണ്ടി ഭൂഗോളങ്ങൾ താണ്ടി യാത്ര ചെയ്തു. ഞാൻ ഇംഗ്ലണ്ടിൽ സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് UK പോയപ്പോൾ അവിടെ പോയി. അവിടെ സ്കോട്ട്ലൻഡിൽ ബ്ലാൻറ്റെയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മ്യൂസിയം ഉണ്ട്. മാത്യു പോയിട്ടുണ്ടോ?
ഡേവിഡ് ലിവിങ്സ്റ്റൺ ജനിച്ച അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു വീട് എന്നൊരു മ്യൂസിയമാണ്. 1813 ജനിച്ച ഡേവിഡ് ലിവിങ്സ്റ്റൺ ലണ്ടനിലെ മെഡിക്കൽ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഡോക്ടറായിട്ട് ഉന്നതമായ ബിരുദം നേടിയിട്ട് 1843 ആഫ്രിക്കയിലേക്ക് പോയി. 30-ാമത്തെ വയസ്സിൽ. ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം നേടി ആരെങ്കിലും അങ്ങനെ പോകുമോ? ഒരു തൊഴിലില്ലാതെ നടക്കുന്നവനാണെങ്കിൽ പോയെന്നിരിക്കും. തൻ്റെ കൂടെ ഗ്രാജുവേറ്റൊക്കെ നല്ല ഉന്നത നിലവാരത്തിലൊക്കെ എത്തിയപ്പോഴത്തേക്കിന് ഒരിക്കൽ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഞങ്ങളെക്കുറിച്ച് ലോകം ആരും അറിയുന്നില്ല, പറയുന്നില്ല. പക്ഷേ ഡേവിഡ് ലിവിങ്സ്റ്റനെ ഓർത്ത് ലോകം മുഴുവനും ലോകത്തിലുള്ള സകല ജനങ്ങളും ആരെ ഓർക്കുന്നു? ഇന്നും ഡേവിഡ് ലിവിങ്സ്റ്റൺ. ആഫ്രിക്കയിൽ ഒരു മിഷണറിയായി അദ്ദേഹം പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൽ പോയി കണ്ട കാര്യം ഞാൻ പറയുക. കേട്ടുകഴിവല്ല, പുസ്തകം വായിച്ചതല്ല, ഞാനവിടെ പോയി. അവിടെ കണ്ടത്, അവിടെ എഴുതി വച്ചിരിക്കുന്നു, 56,000 മൈൽ ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂഖണ്ഡങ്ങളിൽ, ഇരുണ്ട വനപ്രദേശങ്ങളിൽ കൂടെ, ഗ്രാമാന്തരങ്ങളിലൂടെ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചു. എനിക്ക് അത്ഭുതം. അവിടെ ആ മ്യൂസിയത്തിൽ തങ്ക ലിപികളിൽ ഒരു പ്രാർത്ഥന എഴുതി വച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ പ്രാർത്ഥനയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു ഉത്തേജനം, ഒരു ഇൻസ്പിറേഷൻ തരാൻ വേണ്ടി ഞാനിത് പറയാം. എനിക്ക് ഇൻസ്പിറേഷൻ തരാം. ഞാൻ എവിടെ വീണ് ചാകുമെന്ന് പറയുന്നത് ചത്താലും കുഴപ്പമില്ല. കാര്യം എന്താ? നമുക്കൊരു നിത്യജീവനുണ്ട്. ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയിരിക്കുക സുവിശേഷത്തിലൂടെ. ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഓ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ അറിയോ? എല്ലാ ബർത്ത്ഡേക്കും, അദ്ദേഹം ആഫ്രിക്കയിൽ പോയ ശേഷം എല്ലാ ബർത്ത്ഡേക്കും അദ്ദേഹം ഒരു പ്രാർത്ഥന എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു. നമ്മളെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന പോലെ അല്ലേ? മുറിച്ചോ? ഇല്ല, മുറിച്ചില്ല. സ്തോത്രം. എല്ലാ ബർത്ത്ഡേക്കും അദ്ദേഹം ഒരു പ്രാർത്ഥന എഴുതുമായിരുന്നു. ലാസ്റ്റ് പ്രെയർ 60-ാമത്തെ മാർച്ച് 19 ജനിച്ച അദ്ദേഹം മെയ് 1 മരിച്ചു. 1973. 60 വയസ്സ് തികഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു എന്നാ. 56,000 മൈൽ സുവിശേഷത്തിന് വേണ്ടി വന്യമൃഗങ്ങൾ അദ്ദേഹത്തെ ധാരാളം പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ആ കാല 1800-കളിൽ അവിടെ ഇന്ത്യൻ ആഫ്രിക്കയിൽ പോയാൽ പല ഗ്രാമങ്ങളിലും നമുക്ക് സഞ്ചരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ഏകദേശം 100-150 വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കഴുതയുടെ പുറത്തും അങ്ങനെ കാൽനടയായി അവിടെ എഴുതി. 56,000 മൈൽ. എത്ര നിങ്ങളെ ഒരു കാറ് മേടിച്ചിട്ട് 5 വർഷം കൊണ്ട് എത്രായിരം കിലോമീറ്റർ ഓടി? മാത്യു പാസ്റ്ററുടെ കാർ എത്ര 1000 കിലോമീറ്റർ ഓടി? അത്ര ഓടി. എത്ര വർഷം കൊണ്ടാ ഓടിയേ? ഇത് കാൽനടയായി അദ്ദേഹം 56,000 മൈൽ സഞ്ചരിച്ചു. 60 വയസ്സായപ്പോൾ അദ്ദേഹം പടുകിളവനായി. കാര്യം എന്താ? പോഷകാഹാരമില്ല, നിരന്തരമായ യാത്ര, ഭയങ്കരമായ എക്സ്ട്രീം വെതർ, ഭയങ്കരമായ ചൂട്, ഭയങ്കരമായ തണുപ്പ്, യാതൊരുവിധ സംരക്ഷണവും ഇല്ല. ഡോക്ടറാ, എത്രയോ സുഖലോലുമായി ജീവിക്കേണ്ട മനുഷ്യനാ. ഞാൻ പറയുന്നത് സുവിശേഷത്തെ എത്ര മാത്രം അദ്ദേഹം സ്നേഹിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 60 വയസ്സായപ്പോൾ അദ്ദേഹം തികച്ചും ക്ഷീണിതനായി, നടക്കാൻ പോലും വയ്യ. അനുയായികൾ അദ്ദേഹത്തെ മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് പോകുമായിരുന്നു. ഒരു മഞ്ചലുണ്ടാക്കി അദ്ദേഹം അതിൽ കിടക്കും. ഗ്രാമമായിട്ട് അദ്ദേഹത്തിന് അനുയായികൾ ചുമന്നുകൊണ്ട് പോകും. അവിടെ ഒരു കുടിൽ കെട്ടി അദ്ദേഹത്തെ അവിടെ കിടത്തും. അദ്ദേഹം പ്രാർത്ഥിക്കും. അവരെല്ലാം ആ ഗ്രാമത്തിൽ പോയി സുവിശേഷം പറയിക്കും. ഒടുവിലത്തെ വർഷങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അദ്ദേഹം സഞ്ചരിക്കാൻ വയ്യാതെയായി. അങ്ങനെ ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ അനുയായികൾ പോയി മടങ്ങി വന്നപ്പോൾ അദ്ദേഹം മുട്ടുമേൽ ദീർഘമണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. മുട്ടുമേലിരുന്ന് ദീർഘമണിക്കൂറുകൾ പ്രാർത്ഥിക്കും.
അവരെ നോക്കിയപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചു. ഏതാനും മണിക്കൂർ കഴിഞ്ഞിട്ട് അനക്കമില്ല. ഇത് നോക്കിയപ്പോൾ മരിച്ചിരിക്കുക, മുട്ടുമേൽ മരിച്ച മനുഷ്യനാണ് ഡേവിഡ്. പ്രാർത്ഥിച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവൻ ആഫ്രിക്കയ്ക്ക് വേണ്ടി, യേശുവിന് വേണ്ടി ആഫ്രിക്കയെ തുറന്നു കൊടുക്കുവാൻ അദ്ദേഹം എരിഞ്ഞു. നമ്മൾ പാടുമല്ലോ, കൈത്തിരി പോൽ കത്തി എരിഞ്ഞു ഒരിക്കലും. എവിടെ എരിയും? അങ്ങനെ അദ്ദേഹം മുട്ടുമേൽ മരിച്ചു. മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കി അദ്ദേഹത്തിൻ്റെ ഹൃദയം എടുത്ത് ആഫ്രിക്കയിൽ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവൻ ആഫ്രിക്കയാണ്. ഹൃദയം എടുത്ത് ആഫ്രിക്കയെ സംസ്കരിച്ചു എന്നാ. ശരീരം പച്ച മരുന്നുകളൊക്കെ പുരട്ടി, ആദിവാസികളുടെയൊക്കെ അല്ലേ ആഫ്രിക്കൻ മരുന്നുകൾ പുരട്ടി ഉണക്കി സാൻസിബാർ തുറമുഖത്ത് കൊണ്ട് 6 മാസം ചുമന്ന് സാൻസിബാർ തുറമുഖത്ത് കൊണ്ടുവന്നിട്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ അടക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒടുവിലത്തെ പ്രാർത്ഥന പറയാം, കേട്ടോണം. ദ ലാസ്റ്റ് പ്രയർ he prayed, Lord, I have not loved you earnestly, deeply, sincerely enough. This was the last prayer. കർത്താവേ, ഞാൻ അങ്ങേ ആഴമായി, ആത്മാർത്ഥമായി, തീവ്രമായി സ്നേഹിക്കേണ്ടതുപോലെ ഇതുവരെയും സ്നേഹിച്ചില്ലല്ലോ. What a beautiful prayer, അല്ലേ? Lord, I have not loved you earnestly, deeply, sincerely enough. ഈ പ്രാർത്ഥന അവിടെ തങ്കലിപികളിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ചെല്ലുവാൻ, കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പ്രതികൂലങ്ങളൊക്കെ വാങ്ങുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ നമ്മൾ. എന്നാ കിട്ടും? എനിക്കെന്നാ കിട്ടും? നിങ്ങൾക്ക് എന്നാ കിട്ടും? വല്ലവരുടെയും മനസ്സിൽ ഒരു ചെറിയ ചലനം ഉണ്ടാക്കുന്നുണ്ടോ ഞാനീ പറയുന്നത്? അതെ, ഇതൊക്കെ ചുമ്മാ ഭാഷന്മാർ ചുമ്മാതെ എന്താ പറയുന്നത്, അല്ല എന്തുവാ, വയറ്റിപ്പഴപ്പിന്. ഞാൻ വയറ്റിപ്പഴപ്പിനൊന്നും പറയുന്ന ആളല്ല, എനിക്ക് വയറ്റിപ്പഴപ്പിൻ്റെ ആവശ്യവുമില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, സ്തോത്രം. നമ്മളിവിടെ തിന്ന് കുടിച്ച് സുഖിച്ച് ജീവിക്കുന്നതുകൊണ്ട് കർത്താവ് ഞാൻ എല്ലാ ഞായറാഴ്ചയും പോയി ആരാധിച്ചു, പ്രതിഫലം കിട്ടും. എന്നാ കിട്ടും? വെണ്ടയ്ക്ക കിട്ടും. നാം കർത്താവിന് വേണ്ടി ചെയ്ത് മാത്രം. ഓൺലി വൺ ലൈഫ്, ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് വേഗം പോകും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നു ചെയ്യേണ്ടതെല്ലാം നിവൃത്തിയാക്കി. ക്രൂശിൽ അവസാനം വിളിച്ചു പറഞ്ഞത് എന്താ? ഒരു 90% നിവൃത്തിയായി, 10% ബാക്കി 10% നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പറഞ്ഞേ? എന്തോ പറഞ്ഞേ? എവറിത്തിങ് ഈസ് ഡൺ. കരങ്ങളിൽ സ്തോത്രം പറയാമോ? നമ്മളൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കുക. പലരും പറയുമോ നമ്മളെന്നാ ചെയ്യാൻ, എല്ലാം കർത്താവ് ചെയ്തു, നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ആ സന്ദേശം, രക്ഷയുടെ സന്ദേശം നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ആരെയും രക്ഷിച്ചിട്ടില്ല. രക്ഷിച്ചതെല്ലാം കർത്താവാണ്. എന്നാൽ രക്ഷയുടെ സന്ദേശം ആയിരക്കണക്കിന് ജനങ്ങളോട് അറിയിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. നമുക്ക് ആരെയും ഞാൻ ഇതുവരെ ആരെയും രക്ഷിച്ചിട്ടില്ല, ഇനി ഒരു രക്ഷിക്കാനും ഒക്കത്തില്ല. രക്ഷിക്കുന്നവൻ രക്ഷകനാണ്. രക്ഷിക്കുന്നവൻ രക്ഷകനാണ്. അവൻ മാത്രമേ ഉള്ളൂ രക്ഷകൻ. അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആ വിലയേറിയ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരുമായി എങ്ങനെ പങ്കുവെക്കാമോ, ഏതെല്ലാം നിലകളിൽ പങ്കുവെക്കാമോ, അത് ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ ആണ് ദൈവം നമ്മെ രക്ഷിച്ചതും ഈ ദൈവസഭയിലാക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. ഇവിടെ എന്താ എഴുതി വെച്ചത്? ഇത് നിങ്ങൾ വായിക്കാറുണ്ടോ? ഇവിടെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ വായിക്കാറുണ്ടോ? അതോ ഇതിവിടെ ഇരിക്കുന്നതല്ലേ അല്ലേ? എന്തോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരാൾക്ക് ഒരു ട്രാക്ട് കൊടുക്കുന്നുണ്ടോ?
നിങ്ങൾക്ക് ട്രാക്ട് വേണേൽ 1000 ഞാൻ തരാം, പുസ്തകങ്ങൾ തരാം. സ്വത്രം. ഇതൊക്കെ വെറുതെ അച്ചടിപ്പിക്കുന്നതല്ല, ഭയങ്കര വില കൊടുത്ത് അച്ചടിപ്പിക്കുന്ന കാര്യം. ഇതാ വിജയകരമായ ക്രിസ്ത്യ ജീവിതം. ഇതിപ്പോൾ ഞാൻ പ്രസിദ്ധീകരിച്ചൊരു ബുക്കാണ്. ഇതിനകത്ത് വിറ്റ് കിട്ടുന്ന റോയൽറ്റി, ഇതെല്ലാം റോയൽറ്റി അല്ല, ഇത് ഞാൻ തന്നെ പ്രസിദ്ധീകരിക്കും. ഇതെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ പൂർണ്ണമായി ചെലവഴിച്ചുകൊണ്ടിരിക്കും. വളരെ പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയുക. സ്തോത്രം. എനിക്കല്ലാതെ ഈ ലോകത്ത് ഒരു സമ്പത്തും അതിൻ്റെ ആവശ്യമില്ല. എന്തിനാ ആർക്കു വേണ്ടിയാ? കർത്താവിന് വേണ്ടി ജീവിക്കുക. ജീവിക്കുന്നെങ്കിൽ കർത്താവിന്, മരിക്കുന്നെങ്കിൽ കർത്താവ്. സ്തോത്രം. ജീവിക്കുന്ന നമുക്ക്, നമ്മുടെ പിള്ളയ്ക്ക്, അല്ലേ, നമ്മുടെ കാര്യത്തിന്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇത്രയും സീനിയറായിട്ടുള്ളൊരു ശുശ്രൂഷനായിട്ട് നിങ്ങളോട് പറയാം. ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ പറയാം, നിങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഞാൻ പറയാം, നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ഞാൻ പറയാം. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറയാം. സുവിശേഷ വേല എന്ന് പറഞ്ഞൊരു പാഷയുടെ മാത്രം ചുമതലയല്ല, എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെയും ചുമതലയാണ്, എല്ലാവരുടെയും. കേട്ടോ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണം, വളരെ നല്ല പ്രാർത്ഥി. പക്ഷേ പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് മാത്രം പ്രവർത്തിച്ചാൽ പോരാ, നാമം. മർക്കോസിന്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായം. സ്തോത്രം. എല്ലാവരും കണ്ണ് തുറന്ന്, എല്ലാവരും കണ്ണ് തുറന്ന്. സൗകര്യമാർ കണ്ണ് അടച്ചിരിക്കരുത്. പ്രാർത്ഥിക്കണ്ട. ഇപ്പം ദയവായി പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിക്കാൻ ഞാൻ പറയാം, അന്നേരം പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന് കണ്ണം തുറന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. സ്തോത്രം. എല്ലാം കണ്ണ് തുറന്നാണോ ഇരിക്കുന്നത്? അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഒന്ന് വായിച്ചേ. 16 മർക്കോസ് സുവിശേഷം 17 അധ്യായം. അപ്പം എടുത്ത് മനസ്സിലായി 17 ഇല്ലെന്ന്. അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ തപ്പുമ്പോൾ വായിച്ചേ. മാത്യു പാഷ എത്ര മണി കഴിയാ പ്രസംഗം? ഇന്ന് ശാപ്പാടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പോകാം, അല്ലേ? ശാപ്പാടുള്ളതുകൊണ്ട് കുറച്ച് പ്രസംഗിക്കാം, അല്ലേ? വായിച്ചോ. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചേ ഉള്ളൂ. പിന്നെ പ്രവർത്തിച്ചത് കർത്താവാ. അടയാളങ്ങളാൽ, അവരാൽ. അപ്പോൾ ഈ പ്രവൃത്തി, പ്രസംഗം, കർത്താവ് നമ്മളും ചേർന്നുള്ള, നമുക്ക് വെറുതെ ഇരിക്കാൻ ഒക്കത്തില്ല. വാക്യം നോക്കിയേ, അല്ലേ? ചിറ്റി എന്നല്ലേ പേര്? ഒന്ന് വായിച്ചേ. ഹസ്ബൻഡ് മാത്രം വായിക്കാതെ വൈഫോടൊന്ന് വായിച്ചു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ചിലയിടത്തൊക്കെ പ്രസംഗിച്ചു എന്നാണോ? അയ്യോ, അവിടെ പ്രസംഗിക്കാൻ പറ്റത്തില്ല, അവിടെ ബുദ്ധിമുട്ടാ. സ്വോത്രം. ഇവിടെ തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അങ്ങരപ്പടിക്കപ്പുറം. അവിടെ ആര് ചെന്ന് പ്രസംഗിക്കാൻ ഇറങ്ങിയെന്നോ അവരെ അടിക്കും. പ്രസംഗിക്കണ്ട, നീ പ്രസംഗിക്കുന്ന സാധനം എടുത്ത് വെച്ചാൽ മതി. അവിടെ കുറേ കംപ്ലീറ്റ് കുറേ പിന്നെ തീവ്രവാദികൾ അവിടെയുണ്ട്. അവിടെ പോയി പ്രസംഗിക്കണമെന്ന്, ഞാൻ അവിടെ പോയി എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, എന്നെ തൊട്ടിട്ടില്ല. സ്വോത്രം. അവിടെ തന്നെ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മിടുക്കൊന്നുമല്ല കേട്ടോ, കർത്താവ് സൂക്ഷിച്ചു. അവർ പുറപ്പെട്ട് എല്ലായിടവും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അപ്പൊ നമ്മൾ അറിയിക്കുന്ന വചനത്തിന്റെ മേൽ പ്രവർത്തിക്കുന്നത് ദൈവമാ. വിശ്വസിക്കുന്നോ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. പ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതും എല്ലാം നമ്മളല്ല. നമ്മൾ അറിയിച്ചാൽ മതി. അതേ കർത്താവോട് പറഞ്ഞിട്ടുള്ളൂ. സുവിശേഷത്തിന് യോഗ്യമാണ് ജീവിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം അറിയിക്കുക. പ്രവർത്തിക്കുന്ന കർത്താവാ. കർത്താവ് പ്രവർത്തിച്ചു. പിന്നെ എന്ത് ചെയ്തു? അവരാൽ നടന്ന പിന്നെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു. ഞാൻ കേട്ടില്ല. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. അതും കർത്താവാ ചെയ്തു. അവരിൽ കൂടെ അവര് പ്രസംഗിച്ച വചനത്തെ, പിന്നെ എന്തുകൊണ്ടാ? അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. വചനം പ്രസംഗിച്ചു,
ആ പ്രവൃത്തി വചനത്തെ ഉറപ്പിച്ചു. ആര്? നിങ്ങൾ ഈ റോഡ് പണിയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം ആളുകൾ അവിടെ നിന്ന് മെറ്റലും ചാറും ഒക്കെ ഒഴിക്കും, പുറകെ ഒരു വലിയ റോഡർ വന്ന് അതാണ് ഉറപ്പിക്കുന്നത്. ഉറപ്പിക്കാൻ അവരെ കൊണ്ട് വരരുത്. ഈ പുറകെ വരുന്ന റോളർ ഇങ്ങനെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവാണ് വചനത്തെ ഉറപ്പിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണ് സഭകൾ വളർന്നത് ആദിമ നൂറ്റാണ്ടിൽ. മനസ്സിലായോ? നമ്മളിന്ന് ആരോടും വചനം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. ഞാൻ ഇന്നിത് പറയാനല്ല ഉദ്ദേശിച്ച് ഇവിടെ വന്നത്, പക്ഷെ എന്തോ പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ നയിക്കുന്നതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയും. സ്തോത്രം. നമ്മളെടുത്ത ഗുരുവായൂരത്തിലേക്ക് മടങ്ങി വരണം. വേഗം. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. എന്തിനാ ഉപദ്രവം? എന്തുകൊണ്ട് ഉപദ്രവം നേരിട്ടു? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വചനം പ്രസംഗിച്ച ഉപദ്രവം ഉണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കാതിരിക്കും അല്ലേ? വചനം പ്രസംഗിച്ചാൽ തല്ല് കിട്ടും അല്ലേ? ഉപദ്രവം ഉണ്ടാവും. എന്നാ ഇതൊക്കെ പരിപാടി നിർത്തിയേക്കാം. നിർത്തിയോ? അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. ഞാൻ 1:8 അനുസരിക്കാത്തതുകൊണ്ട് ആ 8-ന്റെ 1 സംഭവിച്ചെന്നാ. അപ്പോസ്തല പ്രവൃത്തി 1:8 അറിയാവുന്നൊരു വേദം നോക്കണ്ട. അറിയാവുന്നവരൊന്ന് കൈവക്കിക്കേ. 1, 2, 3. അദ്ദേഹം പിന്നെ പാസ്റ്റർ, അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. വേറെ 2 പേർക്ക് അറിയാം. നിങ്ങൾ പാസ്റ്റർമാരാണോ? അല്ല. സഹോദരിമാർക്ക് ആർക്കെങ്കിലും അറിയാവോ? നോക്കല്ലേ, ബൈബിൾ നോക്കല്ലേ. പാസ്റ്ററുടെ ഭാര്യയ്ക്ക് അറിയത്തില്ലേ? ഒന്നിന്റെ 8-ാം വാക്യം അതുപോലെ പറയണം. പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സമ്മാനം തരും. അപ്പോസ്തല പ്രവൃത്തി 1:8 അങ്ങനെ പറയണം. ഇനി വായില്ല, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ സമയം കളയാവുന്നല്ല. എന്താണ് പറയുന്നത്? ഇനി എടുത്ത് വായില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേരിൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലാ, യഹൂദ്യ, പിന്നെ ശമരിയ. യെരൂശലേം, യഹൂദ്യ, ശമരിയ, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ഇതാ 1:8. ഒരു പുസ്തകം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അതിനുള്ള യോഗ്യത ഇല്ലാതായി ഇപ്പോൾ. എന്ത് ചെയ്യാം? അപ്പോൾ 1:8 അനുസരിക്കാഞ്ഞോട് 8-ന്റെ 1 സംഭവിച്ചത്. 8-ന്റെ 1 എന്നാ? 8-ന്റെ 1 എന്താ എഴുതിയിരിക്കുന്നത്? അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലൻ അനുസരിക്കാതെ കൂട്ടം കൂടിയിരുന്നു. വിശ്വസിച്ചവരെല്ലാം വട്ടം കൂടി ഒരിടത്തിരുന്നു. ദൈവം ഉപദ്രവം ചതറിച്ചു. ഉണ്ടോ? കാര്യം ദൈവം തൻ്റെ ആത്മാവിനെ തന്നത് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകാനാ ദൈവം തന്നത്, കൂടിയിരിക്കാനല്ല. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ ഇപ്പൊ നമ്മൾ വായിച്ച 8-ന്റെ ഇപ്പൊ വായിച്ചു നിർത്തിയ താഴത്തെ വാക്യം വായിച്ചു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഉപദ്രവം വായിച്ചപ്പോ ചിതറിപ്പോയി. പോകാൻ പറഞ്ഞു പോയില്ല, ഉപദ്രവം വായിച്ചു, ചിതറിച്ചു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ചില ഉപദ്രവമൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ തിരുവനന്തപുരത്ത്
ശുശ്രൂഷ ഇരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനായിട്ട്. ഒരു സഹോദരി എൻ്റെ വീട്ടിൽ ട്രാക്ട് എടുക്കാൻ വരും. ഞാൻ ധാരാളം ട്രാക്ട് അന്നുമൊക്കെ പ്രിൻ്റ് ചെയ്ത് ഇങ്ങനെ പെട്ടിയായിട്ട് അവർ വന്ന് ചാക്കിലും പെട്ടിയിലും ഒക്കെ ട്രാക്ട് നിറച്ച് KSRTയുടെ മേളിൽ നിങ്ങൾ സൗകര്യമാർ ആരെങ്കിലും ഈ വണ്ടിയുടെ മുകളിൽ കയറി സാധനം ഇട്ടിട്ട് പോയിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിക്ക് അകത്ത് കയറാൻ നിങ്ങൾക്ക് പേടിയില്ലേ? ഈ സഹോദരി KSRTയുടെ പുറകിൽ കൂടെ ആ കോവണിയിൽ കൂടെ മേളിൽ വണ്ടിക്കകത്തിടാൻ സംഭവിക്കത്തില്ല കണ്ടക്ടർ. അവിടെ കയറി അവൾ ട്രാക്ട് ഇട്ട് വിടും. വലിയ അയറൊക്കെ വീർത്ത് ഉദരരോഗിയാണ് ഈ സഹോദരി. മരിച്ചുപോയി ഇപ്പം, അനേക വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ഒരിക്കൽ ചോദിച്ചു, അവരോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇത്രയും പാടുപെട്ട് ഈ രോഗിയായിരിക്കുന്ന നിങ്ങളെ ഈ ട്രാക്ടറിയും ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകാനായിട്ട്? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഞാൻ പല സഭകളിൽ പറഞ്ഞു. അവർ പറഞ്ഞു, ഭാഷ എനിക്ക് വയ്യ, എനിക്ക് തീരെ സുഖമില്ല, പക്ഷേ ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്കിതിനേക്കാൾ അസുഖമാണ്, ചെയ്താൽ എനിക്ക് ആശ്വാസമാണ്. എൻ്റെ ഹൃദയം തകർന്നു. അസുഖമുള്ളൊരു സഹോദരി, അവർ വന്ന് ഇത് കെട്ടിക്കൊണ്ട് പോവുക. എവിടെല്ലാം കൺവെൻഷൻ ഉണ്ടോ, എവിടെല്ലാം പോകാമോ അവിടെ എല്ലാം പോയി ഈ ട്രാക്ട് കൊടുക്കുക. സ്വാതന്ത്ര്യ സഹോദരിമാരെ, നിങ്ങൾക്ക് ആരോഗ്യം തന്നിട്ടില്ലേ? ഉണ്ടോ? നാവിൽ ആരോഗ്യം, നാവിന് ഇഷ്ടം പോലെ ആരോഗ്യം. എന്താ കുഴപ്പം അല്ലേ? കഴുത്തിന് ചുറ്റും അല്ലേ? പക്ഷെ പറയുന്നുണ്ടോ? പങ്കുവയ്ക്കേണ്ടതും പറയേണ്ടതുമായ സന്ദേശമാണ് ഈ ജീവൻ്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. കാര്യം അത് ഇഹലോകത്തിൽ മാത്രം പ്രയോജനമുള്ളതല്ല ദൈവമക്കളെ. വരുവാനുള്ള ലോകത്തിൽ നിത്യ തേജസ്സിൻ്റെ നിത്യഘനം, ഭാഷ മാത്യു അത് ഉദ്ധരിച്ച വാക്യം, തേജസ്സിൻ്റെ നിത്യഘനം ലഭിക്കുവാൻ ഹേതുവായിട്ടുള്ള സുവിശേഷം. നമ്മൾ എത്ര കുറ്റക്കാരാവില്ല, എത്ര കുറ്റക്കാരാ. ഞാൻ നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്താൻ പറയാം, നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയല്ല. നാം കുറ്റക്കാരാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ആദ്യം വായിച്ച കുറിവാക്യം എന്തുവാ? ഏത് വാക്യ? മറന്നുപോയോ എല്ലാവരും? നമ്മൾ ആദ്യം വായിച്ച കുറിവാക്യം എന്താ? റെഫറൻസ് പറ. കണ്ടോ, അച്ചായനെ ഓർമ്മ ഉണ്ട്, സൗകര്യമാർക്ക് ഓർമ്മയിട്ടില്ല. കാര്യം അവരിങ്ങനെ പകുതി ഏതാണ്ടൊക്കെ കേൾക്കുന്നുണ്ടെന്നല്ലാതെ. എത്ര? 24:11. എന്തിനാ വാക്യം? മരണത്തിനായിട്ട് അവരെ കൊലമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിടുവിക്കാൻ മാത്രമല്ല, ആ ബ്രിട്ടീഷ് ജയിലുകളിൽ ചാപ്ലൈനുകളെ നിയമിക്കുവാൻ അവർക്ക് ഉത്തേജനം ലഭിച്ചത് ഈ വാക്യമാണ്. പക്ഷെങ്കിൽ അതിന് അക്ഷരികമായ ആത്മീകമായ മറ്റൊരു വലിയ ഒരു വശമുണ്ട്. അതിന് അക്ഷരികമായി അവരെ രക്ഷിക്കാൻ ഒക്കത്തില്ല. തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നതിനെ ഇടയ്ക്ക് ആർക്കെങ്കിലും അവനെ രക്ഷപ്പെടുത്താൻ ഒക്കുവോ? എത്രയോ പോലീസ് പ്രൊട്ടക്ഷനിലാണ് അവനെ കൊണ്ടുപോയി കൊലമരത്തെ കയറ്റാൻ പോകും. അവനെ അവിടെ വിടുവിക്കാൻ ഒക്കത്തില്ല. പക്ഷെങ്കിൽ അവൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയും. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന് ഒരു വിലയേറിയ ആത്മാവുണ്ട്. ആത്മാവില്ലാത്ത ആരെങ്കിലും, പണ്ട് കുരങ്ങൻ മരത്തെ ഹൃദയം വെച്ചു പോകുന്നെന്ന് പറഞ്ഞു പോലെ, ആരെങ്കിലും ആത്മാവില്ല കൊണ്ടുവരാതെ ഇവിടെ വന്നിട്ടുണ്ടോ? സ്വാമി വിവേകാനന്ദൻ പുസ്തകത്തിലുണ്ട്, മനുഷ്യൻ്റെ ആത്മസ്വരൂപിയ. ശരിയത്. ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ലോകത്തിലെ ഏറ്റവും വലിയേറിയ ചോദ്യം ചോദിച്ചത്. എന്തുവാ? ഒരു മനുഷ്യൻ, ബാക്കി നിങ്ങൾ പറ, ഒരു മനുഷ്യൻ തൻ്റെ വിലയേറിയ ആത്മാവിനെ. അപ്പോൾ മുഴി ലോകത്തേക്കാൾ, മുഴി ലോകത്തിലുള്ള സകല വസ്തുക്കളേക്കാൾ, ഈ ലോകത്തിലുള്ള സകല ധനത്തേക്കാൾ വിലയുള്ളതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവ്. ശരീരമല്ല, നമ്മുടെ ബ്യൂട്ടി അല്ല, നമ്മുടെ സൗന്ദര്യമല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ്. അപ്പൊ ആത്മാവിനെ നഷ്ടപ്പെടുത്താം, ആത്മാവിനെ നേടാം.
ഇത് രണ്ടും ഈ ആയുഷ് കാലത്ത്, ഈ ജീവിതകാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നഷ്ടപ്പെടുത്തി നേടിയില്ലെങ്കിൽ നഷ്ടമാകും. അതാ ചോദ്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കും. ഒരു മനുഷ്യൻ അപ്പോൾ മുഴു ലോകം ഒരാൾ ഒരു 5 സെൻറ്റ് സ്ഥലം ഈ എറണാകുളത്ത് മേടിക്കാൻ പറ്റുമോ? അപ്പം മുഴു ലോകം, നിങ്ങൾ പറയാം അതൊക്കെ പ്രാക്ടിക്കലാണ്. മുഴു ലോകം ഇന്ന് നേടിയവരുണ്ട്. മഹാനായ അലക്സാണ്ടർ ലോകത്തെ മുഴുവൻ കീഴടക്കിയില്ലേ? ഒരിക്കൽ പസഫിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വൻകരയായിരുന്നു, നിന്നെ ഞാൻ കീഴടക്കുന്നു. വീമ്പിളക്കിയ മനുഷ്യനാണ് മഹാനായ അലക്സാണ്ടർ. 22-ാമത്തെ വയസ്സിൽ ചക്രവർത്തിയായി. 32-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. 10 വർഷം കൊണ്ട് അറിയപ്പെടുന്ന സകല ലോകത്തെയും കീഴടക്കി എന്നാ പറയുന്നത്. ഇന്ത്യ വരെ വന്നു. 32-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ചരിത്രം പറയുന്നത് തൻ്റെ മരണത്തിന് മുൻപ് തൻ്റെ സൈന്യാധിപന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശവം, എൻ്റെ ശരീരം തുറന്ന മഞ്ചത്തിൽ കൈകൾ വെളിയിലേക്കിട്ട് 2 കരങ്ങളും വെളിയിലേക്കിട്ട് വേണം അടക്കുവാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപന്മാർ ചോദിച്ചു, ഒരു ഭിക്ഷക്കാരനെ പോലെ താങ്കളെ മഹാരാജാവായ ലോകത്തിൽ ഗ്രേറ്റ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും മഹാനായ അങ്ങ് ഒരു ഭിക്ഷക്കാരനെ പോലെയാണോ അടക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു കേട്ടോ. അദ്ദേഹം പറഞ്ഞു, ഈ കൈകൾ ലോകം മുഴുവൻ പിടിച്ചടക്കി, എന്നാൽ ഞാനൊന്നും കൈകളിൽ കൊണ്ടുപോകുന്നില്ല, ഞാൻ നേടിയതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് എൻ്റെ പ്രജകൾ മനസ്സിലാക്കും. ബർത്ത്ഡേ ബോയ് ഈസ് ഹിയർ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നേ? ബർത്ത്ഡേ പോയി വന്നപ്പോൾ അതിൻ്റെ കണക്ഷൻ പോയി. കൈ രണ്ടും തുറന്ന മഞ്ചത്തിൽ തന്നെ അടക്കി എന്നാ ചരിത്രം പറയും. കർത്താവ് ചോദിച്ചു ചോദ്യം, ഒരു മനുഷ്യൻ ലോകം മുഴുവനും നേടിയിട്ടും ആ മുഴു ലോകത്തേക്കാൾ വിലയുള്ള ആത്മാവിനെ രക്ഷിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയും. അതിൻ്റെ വില നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയുക. എന്താ സുവിശേഷത്തിൻ്റെ വില? നിങ്ങൾ കൊടുക്കുന്ന ഒരു ട്രാക്റ്റിൻ്റെ വില എന്താ? മുഴു ലോകത്തേക്കാൾ വിലയുള്ള ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്ന സാധനമായി അതിനകത്തുള്ളത്. അങ്ങനെ ചിന്തിച്ച് വേണം കൊടുക്കാൻ. ഒരു 100 രൂപയുടെ നോട്ട് ഒരു വഴി കിടക്കുന്ന ആരെങ്കിലും ഒഴിച്ചിട്ട് പോകും. ട്രാക്റ്റാണ് ഇട്ടേച്ച് പോകും. ഒരു 100 രൂപ ഞാൻ താഴെ ഇട്ടാൽ ഇവിടെ എല്ലാവരും ഓടി എടുക്കത്തില്ലേ? അരുൺ ഭാഷ ഒഴികെ ചാടി വീഴും അല്ലേ? ഒരു ട്രാക്റ്റാണ് കൈ കിട്ടി വലിച്ചിട്ടിട്ട് പോകും. ഈ മുഴു ലോകത്തേക്കാൾ വിലയുള്ള ഒരു മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കുന്ന സുവിശേഷത്തിന്റെ പ്രതിയായി കിടക്കുന്നത്. കണക്ക് ചോദിക്കുമോ ദൈവം? അത് പറയാതിരുന്നാൽ നാം അക്കൗണ്ടബിൾ അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. ഈ ചിന്തയാണ് എനിക്ക് ഈ പ്രേരണ തരുന്നത്. ഇരിക്കാതെ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറയുകയാണ്. സ്തോത്രം. അങ്ങനെ ആ സഹോദരി എൻ്റെ വീട്ടിൽ വന്ന് ഈ ട്രാക്റ്റെല്ലാം അവൾ പറഞ്ഞ കാര്യമാണ്. ഞാനിത് ചെയ്യാതിരുന്നാൽ എൻ്റെ അസുഖം കൂടും. ഒരു ദിവസം അന്ന് അസുഖം എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ അന്ന് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഭാഷയെ ഞാനിത് ചെയ്യും. എൻ്റെ സഹോദരിമാരെ, സ്തോത്രം, നമുക്ക് ഈ ആയുസ് വെറും താൽക്കാലികമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയും, കാണുന്നതിൽ ചിലത് താൽക്കാലികമൊന്നുമല്ല, കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തത് നിത്യം. സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. നിത്യമായതൊന്നുണ്ട്, അതിനെ കാണുവാൻ നമ്മുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിക്കണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവമല്ലേ ഹൃദയ കണ്ണ്. പല ദൈവം ഈ പൂച്ചയുടെ കാര്യം നിങ്ങൾക്കുണ്ടോ? പൂച്ച എത്ര പേരുടെ വീട്ടിൽ പൂച്ചയുണ്ട്? പട്ടിയുണ്ട്, പൂച്ച കുറവാന്ന് തോന്നി ഇപ്പോൾ അല്ലേ? പൂച്ചയുണ്ടോ? ആ പൂച്ചയുടെ കാര്യം പറ, സൗരി പറ. പൂച്ച എന്താ? പൂച്ച കണ്ടടച്ച് പാൽ കുടിക്കും ഉണ്ടോ? ചായം പറ. ശരി. പിന്നെ ഈ പൂച്ച പ്രസവിച്ച് കഴിഞ്ഞ് കണ്ണ് തുറക്കണേ എത്ര ദിവസം കഴിഞ്ഞാൽ പൂച്ച കണ്ണ് തുറക്കുന്നത്? പൂച്ചക്കുഞ്ഞുങ്ങള് 1 മാസം അല്ലേ? 1 മാസം 2 5-6 ദിവസം. ഞാൻ കറക്റ്റ് എണ്ണിയിട്ടില്ല, അച്ഛൻ എണ്ണീട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഏകദേശം. അത് എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടു, എടാ പൂച്ച കണ്ണു തുറന്നു നോക്കണമെന്ന് പറയും.
പ്രസവിച്ച ഈ കുഞ്ഞ് അമ്മ വരുമ്പം ആ തപ്പിപ്പോയി പാല് കുടിക്കും, അത് സുഖമായിട്ട് കണ്ണടച്ച് കിടക്കും. ഞാനീ പറഞ്ഞതെന്നറിയാം, നമ്മളിപ്പോൾ ഈ പൂച്ച വിശ്വാസികളെ കണ്ണു തുറന്നിട്ടില്ല. അമ്മ വരും, അമ്മയെ ഫീൽ ചെയ്യും, അത് ആ മുല തപ്പി ആ പാല് കുടിക്കും, പിന്നെ അമ്മ പോകും, പിന്നെയും കിടന്നുറങ്ങും, കണ്ണു തുറന്നിട്ടില്ല. മൊയിലും അങ്ങനെ അല്ലേ? ആയാലും പ്രീതിക്കറിയാം മൊയിലിൻ്റെ എത്ര ദിവസം പോയാലെങ്ങനെ 10 ദിവസം കഴിഞ്ഞാൽ തുറക്കൂ. ഓ, നമ്മൾ 10 വർഷമായിട്ടും തുറന്നിട്ടില്ലല്ലോ. പിന്നെ മൊയിലേഴ്സ് അത്ര ബെറ്ററാ. രക്ഷിക്കപ്പെട്ട് 10 വർഷമായിട്ടും കണ്ണു തുറന്നിട്ടില്ല അല്ലേ മാത്യു പക്ഷേ? തുറന്നിട്ടില്ല, അത് തുറക്കത്തുമില്ല. അവൻ്റെ വിളിയാലുള്ള ആശ എന്നതെന്നും മഹത്വത്തിൽ നമ്മുടെ ധനം എന്താണെന്നും കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾ പ്രകാശിക്കണമെന്നാണ് പൗലോസ് എഫേസ്യർക്ക് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് വായിച്ച 1-ാം അധ്യായത്തിൻ്റെ 17 വാക്യങ്ങൾ പൗലോസ് അതിനാ പ്രാർത്ഥിക്കുന്നത്. തൻ്റെ കുഞ്ഞുങ്ങളുടെയും തൻ്റെ മക്കളുടെയും ജോലി കാര്യങ്ങൾ അത് ഇത് അതിനുവേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ നേരേ ഉള്ളൂ. എനിക്ക് അങ്ങനെയുള്ള പ്രാർത്ഥനയോട് ഞാൻ ഒരിക്കലും സഹകരിക്കാറില്ല. എൻ്റെ ഭാര്യയെ തലയും കുത്തി കിടന്ന് പ്രാർത്ഥന. എന്തിനാ ഇവിടെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൽ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടത്. അതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചില്ലെങ്കിൽ നടക്കത്തില്ല. മുയലെ പൂച്ച കുഞ്ഞുങ്ങളെ പോലെ നടന്നാൽ പറ്റത്തില്ല. കാണണം എന്താണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അവൻ്റെ അവകാശത്തിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത്. ഓ, പ്രൈസ് ദി ലോർഡ്. കൃപയുടെ ധനമല്ല, അത്യന്ത ധനം. ചിന്തിച്ചേ, ഒന്ന് ചിന്തിച്ചിട്ടൊന്ന് സ്തോത്രം പറഞ്ഞേ. എത്ര വലിയ സംഗതികളാണ് ദൈവമക്കളെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. ഞാനിങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറയും, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തി 10 മിനിറ്റ് കൊണ്ട് നിർത്താം അല്ലേ? സമയമില്ലല്ലോ. സ്തോത്രം. അരുൺ പാസ്റ്റർക്ക് ഞാൻ ഒരു നല്ല സമ്മാനം, ബർത്ത്ഡേ സമ്മാനം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തരുന്നതായിരിക്കും. 24:11 വായിച്ചേ, നമ്മുടെ കുറിവാക്യം. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്ക, കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? കണ്ടോ, അതാണ്. അപ്പൊ നമ്മുടെ കുറിവാക്യത്തിൽ മരണത്തിനായി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും, രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരും നമ്മുടെ ജീവൻ സുവിശേഷം വിശ്വസിച്ചപ്പോൾ നമ്മുടെ മരണം നീങ്ങി, സുവിശേഷത്താൽ ജീവനും അക്ഷയതയും ഇമ്മോർട്ടാലിറ്റി നമുക്ക് ലഭിച്ചു. അല്ലാത്ത എല്ലാ മനുഷ്യരിലും മരണവും നിത്യമരണവും ആണ് കുടികൊള്ളുന്നത്. എല്ലാ മനുഷ്യരിലും രക്ഷിക്കപ്പെട്ടപ്പോൾ നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. അല്ലാത്ത സകല മനുഷ്യരിലും വ്യാപരിക്കുന്നത് മരണമാണ്, നിത്യമരണം. ഇതൊക്കെ നമ്മളത് കാണണം, ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പം അങ്ങനെ മരണത്തിനായി ഒരു മനുഷ്യനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവനോട് ഈ സുവിശേഷം പങ്കുവയ്ക്കുക, അത് ചാപ്ലൈൻ്റെ കടപ്പാട്. അവനോട് അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയണമെന്നാണ് അവൻ്റെ ജോലിയാണ്. അപ്പം ആ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ദൈവം തന്നെ സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ മരണത്തെ, അവൻ്റെ ഉള്ളിലുള്ള മരണത്തെ മാറ്റുവാൻ എന്തിനേ കഴിയത്തുള്ളൂ? നമ്മൾ 2 തിമോത്തിയോസ് 1:9 വായിച്ചത്, സുവിശേഷത്താൽ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി. ആ സുവിശേഷത്തിൻ്റെ വക്താക്കളാകുവാനാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. ഇനി 2ാമത്തെ ഭാഗം, അതിൻ്റെ 2ാമത്തെ ഭാഗം ഇവിടെ അതിൻ്റെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. കുലയ്ക്കായി വിറച്ചു രക്ഷിപ്പാൻ നോക്കുക. സ്തോത്രം. യൂദാടിൽ എഴുതി പറയുന്നു, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക. അത് എളുപ്പമുള്ള കാര്യമല്ല ഇത്. സ്തോത്രം. പിന്നെ അടുത്ത വാക്യം എന്താ പറയുന്നത്?
ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ. സ്തോത്രം. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. നമ്മുടെ പാസ്റ്റർ ആരുടെ ബർത്ത്ഡേ ഞാൻ ഇന്നലെ അറിഞ്ഞത്, ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര ഗിഫ്റ്റ് കിട്ടിയത്. അറിഞ്ഞില്ലല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC, ഇപ്പം തന്നെ ഭാരതീയ ന്യായ സംഹിത BNS, IPC കേരള ഇപ്പം BNS-ലോട്ട് ചേർന്നല്ലേ അല്ലേ? ആ, അവിടെ ഒരു ക്ലോസ് ഉണ്ട്. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഇപ്പം എന്നെ പിടിച്ചു, കോടതി നിർത്തി, കൊല ചെയ്തു, തെറ്റ് ചെയ്തു. അയ്യോ സാറേ എനിക്ക് അറിയത്തില്ലായിരുന്നു കൊല ചെയ്യുന്നത് തെറ്റായിരുന്നു, എനിക്ക് നിയമം അറിയത്തില്ലായിരുന്നു പറഞ്ഞാൽ, ഇവന് നിയമം അറിയത്തില്ല, എന്താ അവനെ വിടുവോ? ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? ഓ, എത്ര ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നമ്മെ ഭരമേൽപ്പിക്കുന്ന, അല്ലേ? നമ്മുടെ കർമ്മ പദ്ധതികളെ വിപുലമാക്കുന്ന ഒരു ആശയമല്ലേ അവിടെ കിടക്കും. ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ഈ തലമുറയിൽ ഈ ആയുസ്സിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ എത്ര പേര് നിങ്ങളെ സമർപ്പിക്കും? ദൈവമക്കളെ തിന്നു കുടിച്ചതൊക്കെ ഇവിടെ കുറച്ചു കാലം ജീവിക്കാൻ പറ്റൂ. അവിടെ നമ്മുടെ കർത്താവിനോടുകൂടെ എന്നേക്കും നമ്മൾ വാഴുവാൻ പോകുകയാണ്. ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് പണ്ട് ഒരു അരയന്നം മാനസ സരസിൽ നിന്ന് പറന്ന് ഭൂമിയിൽ വന്നൊരു കഥ കേട്ടിട്ടുണ്ട്. കഥയും പറഞ്ഞ് ഞാൻ നിർത്താം. അപ്പോൾ ഇവിടെയുള്ള കൊക്കുകൾ ഈ അരയണത്തെ സ്വീകരിച്ചു. അവർ ചോദിച്ചു, താങ്കൾ ഇവിടെ നിന്നാണ് വരുന്നത്? അവർ പറഞ്ഞു, ഞാൻ മാനസരസിൽ നിന്ന് വരും. അവിടെ എന്തൊക്കെയുണ്ട്? സുവർണ്ണ നദികളുണ്ട്, അപ്സരസുകളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ആനയുണ്ട്, ചേനയുണ്ടെന്നൊക്കെ പറഞ്ഞു. ആരാ? ഈ അരയന്നം പറഞ്ഞു. ഈ കൊക്കുകൾക്കൊന്നും പിടിയിട്ടില്ല. അവസാനം കൊക്ക് ചോദിച്ചു, ആട്ടെ അവിടെ ഞണ്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ കൊക്കിന് എന്തേ അറിയത്തുള്ളൂ? ഞണ്ടിനെ മാത്രമേ. മാനസ സരസെന്നോ അപ്സരസെന്നോ സുവർണ നദി നമ്മളോട് ഒന്നും പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ അച്ഛൻ്റെ ഇരിപ്പ് കണ്ട ദൈവമേ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ സുവിശേഷത്തിന് ആത്യന്തികമായൊരു പ്രത്യാശയുണ്ട് ദൈവമക്കളെ. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടും. നാം കർത്താവിനോടുകൂടെ വസിക്കും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 21-ാം അധ്യായത്തിൽ പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടെ. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തുദ്ദേശത്തിലാണ് നമ്മെ രക്ഷിച്ചത്? പറ. എന്തിനാ? എവിടെ ഇരിക്കാനാ? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടെ. സ്തോത്രം. ഇപ്പോഴും ചില സൗര്യമാർ ഉറങ്ങിക്കൊണ്ടിരിക്കുക, അവർക്കൊന്നും അത് പിടികിട്ടുന്നില്ല. സ്തോത്രം. വല്ലതും പിടികിട്ടുന്നുണ്ടോ? വായിച്ചേ 1-ാം അധ്യായത്തിന്റെ 1 വാക്യങ്ങൾ വായിച്ചു നിർത്താം. സ്തോത്രം. ആമേൻ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ഒരുക്കുന്ന ദൈവം, ആത്യന്തികമായി ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്നത് പുതിയ ആകാശം. ഒരു പഴയ കാർ കുറെ ഓടിച്ച് പഴയതാകുമ്പോൾ ഒരു പുതിയ കാർ വേണ്ടേ? ഹലോ പാസ്റ്റർ, അരുൺ പാസ്റ്ററെ അല്ലേ, പുതിയ കാർ വേണ്ടേ? പുതിയ കാർ മേടിച്ചോ? ഇല്ല. ഓക്കെ. പുതിയ ആകാശം, പുതിയ ഭൂമി, പിന്നെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ഓ ഹല്ലേലൂയ! പുതിയ യെരൂശലേം എന്ന നഗരമല്ല, വിശുദ്ധ നഗരം. നഗരം ഒരുപാടുണ്ട്. ലണ്ടനുണ്ട്, ന്യൂയോർക്കുണ്ട്, പാരീസ് ഉണ്ട്, ബോംബെ ഉണ്ട്. ഇതൊക്കെ നഗരമാണ്, വലിയ അശുദ്ധ നഗരം. കൊച്ചിയും അല്ലേ, ഇത്രയും മ്ലേച്ഛത നടക്കുന്ന ഇന്നലെ രാത്രി ഞാനൊരു കാര്യത്തിന് പോയപ്പോൾ കണ്ടു. ഇത്രയുള്ള നിക്കർ ഇട്ടുകൊണ്ട് പെൺകുട്ടികൾ പോകും. രാത്രി 10 മണി കഴിഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, എന്തെല്ലാം ഈ പട്ടണത്തിൽ നടക്കും. മ്ലേച്ഛത നിറഞ്ഞൊരു പട്ടണം. എന്നാൽ ദൈവം തൻ്റെ വിശുദ്ധന്മാർക്ക് ഒരു വിശുദ്ധ നഗരം ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതിക്കുന്നല്ലാതെ യാതൊരു മ്ലേച്ഛതയും യാതൊരു അശുദ്ധിയും അവിടെ കിടക്കയില്ല.
ഇതിനാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. വായിച്ചേ സ്തോത്രം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ നമ്മൾ കർത്താവിന്റെ മണവാട്ടിയെ പോലെ. ഇവിടെ ഇരിക്കുന്ന മണവാളനും മണവാട്ടിയാ. ഇവിടെ ഇരിക്കുന്ന മണവാട്ടി ഇവിടെ ഇരിക്കുന്ന മണവാളനും മണവാട്ടിയാ. നമ്മളെല്ലാവരും കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടിയാണ്. സ്തോത്രം. മണവാട്ടിക്ക് വേണ്ടി പുൽത്തൊഴുത്താണോ ദൈവം ഒരുക്കുന്നത്? ഈ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഈ ലോകത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? സ്വർഗത്തിൻ്റെ മഹത്വം വിട്ട് താണ ഭൂമിയിൽ ഒരു പുൽത്തൊഴുത്തിൽ ജന്മമെടുത്തില്ലേ? സ്വർഗത്തിൻ്റെ സകല മഹത്വവും വിട്ട് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് താണ ജന്മമെടുത്തു. ഹീന ജന്മമെടുത്തില്ലേ? നമ്മൾ പാടത്തില്ലേ, ഹീന മനുജനനം എടുത്ത. എത്ര ഹീനമായ ഒരു ജന്മമായിരുന്നു നമ്മുടെ കർത്താവ് അല്ലേ? സൈമൺ സാറിനെ കുറിച്ച് പറയുന്നുണ്ട്, പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചത് ചെറിയ സംഗതിയോ. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞ ദൈവമക്കളെ, ഒരു സ്തോത്രം പറഞ്ഞ് സ്തുതിച്ച ദൈവത്തെ. നമ്മെ മാറ്റുവാൻ, നമുക്ക് രൂപാന്തരം നൽകുവാൻ, തന്നോടുകൂടെ ഇരുത്തുവാൻ, ആ മഹത്വത്തിൽ അവകാശം നൽകുവാൻ, മഹിമയിൽ അവകാശം നൽകുവാൻ, ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടുവാൻ നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നു. ആ സന്ദേശത്തിന് മാത്രമേ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുള്ളൂ, മനുഷ്യ ഹൃദയത്തെ മാറ്റുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കവലയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. പങ്കുണ്ടോ നിങ്ങൾക്ക്? അടുത്ത വാക്യം വായിച്ചേ. സ്വന്തം നിർത്താം, ഞാൻ നിർത്താം. ഓക്കെ, വായിച്ചേ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഒന്നുകൂടെ ശക്തമായിട്ട് വരും. ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി ഇറക്കി വരുന്ന സകലത്തിന്റെ വർണ്ണന. എന്നിട്ട് ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. അടുത്ത വാക്യം. ആ ശബ്ദം കേട്ടോ, സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം. ഇന്നത് പറ്റി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? കഴിച്ചു. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാണ് ദൈവത്തിന്റെ ഫുൾഫിൽമെന്റ് ഓഫ് അൾട്ടിമേറ്റ് പ്ലാൻ. സ്വോത്രം പറയും. മനസ്സിലായോ പറഞ്ഞത് ഇംഗ്ലീഷിൽ? ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതിയുടെ പൂർത്തീകരണം അവിടെയാണ്. ഞാനും നിങ്ങളും തലമുറയായി സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടുകൂടെ നിത്യമഹത്വത്തിൽ എന്നേക്കും വാഴണമെന്നാണ് ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായവരൊക്കെ ഒരു കാര്യങ്ങൾ ഉയർത്തിക്കുക. മനസ്സിലായ? ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല. ഒരു 4-5 ദിവസമെങ്കിലും ഇതങ്ങ് എടുത്ത് വായിക്കണം. ഈ വാക്യം മാത്രം വായിച്ചാൽ മതി. സുവിശേഷത്തിന്റെ ആത്യന്തികമായ നിറവേറൽ പദ്ധതി ഇവിടെയാണ് കിടക്കുന്നത്. എന്തിനും പാപത്താൽ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നുപോയ മനുഷ്യരെ കൈവിടാതെ, പാപം ചെയ്ത ദൂതന്മാരെ ആദരിച്ചില്ല, പാപം ചെയ്ത മനുഷ്യരെ ദൈവം ആദരിച്ചു. മനസ്സിലായോ? പാപം ചെയ്ത ദൂതനെ ആദരിച്ചില്ല, പാപം ചെയ്ത് എന്നെ ആദരിച്ചു. എന്നിട്ട് രൂപാന്തരം വരുത്തി. ആത്യന്തികമായ സുവിശേഷത്തിന് നിറവേറൽ ഇന്നും നടന്നിട്ടില്ല. നാളെ നടക്കുമോ എനിക്കറിഞ്ഞുകൂടാ.
കർത്താവിന് പ്രത്യക്ഷമാകുമ്പോൾ ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടും. അതിന് നാം വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടണമെന്ന പത്രോസ് പറഞ്ഞിരിക്കുന്നു. Hallelujah. Thank you, Jesus. ഇതാണ് ദൈവം തന്നെ സഭയെ പരമേൽച്ചിരിക്കുന്ന ഏത് രക്ഷയുടെ സന്ദേശം. ഇതിനൊരു പങ്കാളിയാകുന്ന എത്ര പേര് ഇന്ന് പകൽക്കാലത്ത്. ദൈവമേ, ഒരു വലിയ ഭാഗ്യമാണ് ദൈവം, Thank you, Lord. ഒരു വലിയ ഭാഗ്യമാണ്. ട്രംപ് അധികാരത്തിൽ ഒരു മന്ത്രിസഭയിൽ ഒരു ഇത് പദവിയെങ്കിലും കിട്ടും, ഒരു വലിയ ഭാഗ്യമായിട്ട് ആൾ കരുതത്തില്ലേ? ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിൽ അവരുടെ ഫൈനാൻസ് മിനിസ്റ്ററി ആക്കുകയാണെങ്കിൽ ആൾക്കാർ എനിക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ? ഭാഷ അരുൺ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? പ്രൊഡക്ഷൻ എഞ്ചിനീയർ അല്ലേ? പ്രൊഡക്ഷൻ ആയിരിക്കും. അച്ഛൻ എന്താ വേണ്ടി? ഏത് ഡിപ്പാർട്ട്മെന്റ് അച്ഛന് വേണ്ടി? കൊമേഴ്സിന്റെ സെക്രട്ടറി ആയിട്ട് അച്ഛനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ. എന്തൊരു സന്തോഷം! ദൈവരാജ്യത്തിൽ ദൈവത്തോടൊത്ത് വാഴുന്ന, ദൈവത്തോട് കൂടെ ചേർന്ന് വസിക്കുന്ന ആ മഹത്തരമായ അനുഭവത്തിനാണ് നമുക്കിത് സ്തോത്രം ചെയ്യാം. ഇതാണ് സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് ഫുൾഫിൽമെന്റ് ഓഫ് ദ ഗോസ്പൽ. മനസ്സിലായോ? മനസ്സിലായി? അവിടെ നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്കതിനായി ഒരുക്കാം. കുലയ്ക്കായി വിറച്ച് ചെല്ലുന്നവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവാൻ, അവരുടെ അക്ഷരീയമായവരുടെ ശരീരത്തെ രക്ഷിക്കുവാനല്ല, അവരുടെ ആത്മാവിന് രക്ഷ. അവർ മരിച്ചാലും, ആ കഴുകിലേറ്റിയവർ കൊല്ലപ്പെട്ടാലും, അവരുടെ ആത്മാവിൽ ജീവൻ നഷ്ടപ്പെട്ട് അവർ ശരീരം വേർപെട്ടാലും കർത്താവിന് കാഹളം ധരിക്കുമ്പോൾ അവർ അക്ഷരായി ഉയർക്കുമെന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് നടത്തുന്ന ഒരേ ഒരു സംഗതി സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അതിനായി എൻ്റെ പങ്ക്, എനിക്കൊരു പങ്കുണ്ടെന്ന് എത്ര പേര് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയും, കർത്താവേ എനിക്ക് നീ തന്നിരിക്കുന്ന ആയുസ്, ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബം, എനിക്കുള്ളതെല്ലാം ആമേൻ. കർത്താവേ, നിനക്കായി ഞാൻ സമർപ്പിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കും, ഒരു നിമിഷം സമർപ്പിക്കും. വളരെ മഹാപ്രതിഫലം സുവിശേഷത്തിൻ്റെ ആ വക്താക്കളായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ണുകളെ അടച്ച് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. ഈ മഹത്തായ സുവിശേഷത്തിൽ പ്രത്യാശയിൽ വീട് പോകാതെ തന്നെ താൻ ഒരുക്കി നിത്യതയ്ക്കായി അൾട്ടിമേറ്റ് ഫുൾഫിൽമെന്റിനായി എന്നെ ഒരുക്കണമേ കർത്താവേ. ഐ ഹാവ് നോട്ട് ലവ്ഡ് യു ഏണസ്റ്റ്ലി, ഡീപ്ലി, സിൻസിയർലി എനഫ്. അവസാനത്തെ പ്രാർത്ഥനയാണ് ദൈവം ലഭിച്ചത്. കർത്താവേ, ഞാൻ തീവ്രമായി, തീക്ഷ്ണമായി, ആത്മാർത്ഥമായി അങ്ങേ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അങ്ങനെ സ്നേഹിച്ചത്? ഇല്ല. ഞാൻ സ്നേഹിച്ചിട്ടില്ല. നമ്മൾ ആരും സ്നേഹിച്ചിട്ടില്ല. ഇതുപോലെ കാലം നമുക്ക് തീരുമാനിക്കാം. കരകളെ ഉയർത്തിപ്പിടിച്ചാണ്. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ അങ്ങേ സ്നേഹിപ്പാൻ ഞാൻ കഴിയില്ല. എങ്കിലും കർത്താവേ, ഞങ്ങളാലാവോളം സുവിശേഷത്തെ സ്നേഹിച്ച്, അങ്ങേ സ്നേഹിച്ച് സുവിശേഷ വക്താക്കളായി ഈ പട്ടണത്തിൽ ഞങ്ങളെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാൻ അടികളെ സമർപ്പിക്കുന്നു. അടികളെ നിൻ്റെ ആത്മാവിലെ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.